മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനെയും മുത്തശ്ശിയെയും ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ പോലീസ് ജീപ്പിൽ കയറിയിരുന്ന് കരയുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല പോലീസ് സാറേ, എന്നെ വെറുതെ വിടണമെന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം പോലീസ് പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഞാനല്ല സാറേ ചെയ്തത്, എല്ലാം ഇവനാണ് ചെയ്തതെന്ന് മുത്തശ്ശി പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ശരിയാണ് സാറേ, അമ്മയൊന്നും ചെയ്തിട്ടില്ല, ഞാനാണിതെല്ലാം ചെയ്തതെന്ന് പറയുകയാണ്. പിന്നീട് മഹിയോടായിട്ട് മോഹിനി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഭർത്താവിൻ്റെ അമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ ഒരു മരുമോളാണെന്ന് ഇനി നാട്ടുകാർ കൂടി പറയുമെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അമ്മ അതൊന്നും നോക്കണ്ട, നാട്ടുകാർ എന്തും പറയട്ടെ, അതൊന്നും നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതേസമയം കണ്ണനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ അറിയിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അയ്യോ വേണ്ടായിരുന്നു മോളെ, ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. കരുണയുടെ അച്ഛനാണെങ്കിൽ വളരെ ദുഷ്ടനാണ്, അയാളാണെങ്കിൽ എന്തും ചെയ്യും, എനിക്ക് പേടിയാകുന്നു എന്നെല്ലാം പറയുമ്പോൾ അമ്മ ഒന്നും പേടിക്കണ്ട, ഇനി അയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ തന്നെ വാദിച്ച് ജയിച്ചോളാം, ഞങ്ങൾക്ക് വക്കീൽ ഫീസൊന്നും കൊടുക്കണ്ട എന്നെല്ലാം പറയുകയാണ് നമ്മുടെ കണ്ണൻ. പിന്നീട് പ്രതാപനെയും മുത്തശ്ശിയും എല്ലാം പോലീസ് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പോലീസാണെങ്കിൽ ഇതൊന്നും സമ്മതിക്കുന്നില്ല. ഇറങ്ങി വാഴ തള്ളയെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നതെന്നെല്ലാം പോലീസിനോട് പറയുമ്പോൾ, അതിനെന്താണ് ഇപ്പോൾ പോലീസ് ജീപ്പിലും കയറി, ഇനി പോലീസ് സ്റ്റേഷനിലും കയറാമല്ലോ എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അങ്ങനെ മുത്തശ്ശിയെ പിറകെ പോയി പിടിച്ചുകൊണ്ട് വരികയാണ് പോലീസുകാർ. പിന്നീട് പ്രതാപനെ ആണെങ്കിൽ പോലീസുകാരെ ലോക്കപ്പിലിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ മർദ്ദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുന്ന മുത്തശ്ശിയാണെങ്കിൽ ആകെ അലറി കരയുന്നുണ്ട്, എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്, എൻ്റെ മോൻ പാവമാണ്, അവനൊന്നും ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരയുമ്പോഴേക്കും പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മോൻ പാവമാണെങ്കിൽ നീ നിൻ്റെ മരുമകളെ അടിക്കുന്നത് കണ്ടപ്പോൾ നീ സന്തോഷിച്ചതല്ലേ, അതുപോലെ നീ നിൻ്റെ മകനെ അടിക്കുന്നത് നേരിട്ട് കാണടി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മുഖത്തിനിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. മുത്തശ്ശിയാണെങ്കിൽ അലറി കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ പാപുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ മരുമകളെ അടിക്കുന്നത് കണ്ടുകൊണ്ട് സന്തോഷിച്ചവളല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നും സന്തോഷിച്ചിട്ടില്ല പോലീസേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കരയാണ് മുത്തശ്ശി. അങ്ങനെ പ്രതാപനെ മുത്തശ്ശിയുടെ മുന്നിലിട്ട് തന്നെ നല്ലപോലെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് സത്യങ്ങളെല്ലാം തുറന്ന് പറയിപ്പിക്കുന്നുമുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് നമ്മുടെ കരുണ എത്തുന്നുണ്ട്. കരുണയെ കാണുന്നത് മുത്തശ്ശിയാണെങ്കിൽ അലറി കരഞ്ഞുകൊണ്ട് കരുണയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ വളരെയേറെ സങ്കടമാകുന്നുണ്ട്. അയ്യോ മുത്തശ്ശി, എന്തു പറ്റി, ആരാണ് എൻ്റെ മുത്തശ്ശിയെയും അച്ഛനെയും ഇങ്ങനെ ചെയ്തതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ കരയുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അവളെ ഞങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അവൾ വെറുതെ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതാണെന്നും അവളുടെ മോളെ കാണാൻ പോകണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾ ഈ പണി ചെയ്തതെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ വളരെ സങ്കടമാകുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും മുത്തശ്ശി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ വാവിട്ട് കരയുകയാണ്. ഞാനൊരു വക്കീലിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ജാമ്യത്തിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജാമ്യമില്ലാത്ത കേസാണ് ചുമത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ജാമ്യത്തിൽ ഞങ്ങളെ ഇറക്കി വിടാൻ പറ്റില്ല. ഇനി ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ മോഹിനിയും നമ്മുടെ ലക്ഷ്മിയും വിചാരിച്ചാൽ മാത്രമേ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും മുത്തശ്ശിയെയും അച്ഛനെയും ഇറക്കാനായിട്ട് അവരുടെ കാലിൽ പിടിച്ചാണെങ്കിലും സമ്മതിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ നമ്മുടെ ലേഖയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണല്ലോ ഇപ്പോൾ മോഹിനിയും മഹിയും ഉള്ളത്. അങ്ങനെ അവിടെ ചെന്നിറങ്ങുന്ന കരുണയെ കണ്ട് ഞെട്ടിപ്പോവുകയാണ് ലേഖയും നമ്മുടെ മഹിയും. അതേസമയം ലേഖ പറയുന്നുണ്ട്, ഇവളെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ജാമ്യത്തിൽ ഇറക്കാൻ പോയിട്ട് പറ്റാത്തത് കൊണ്ടായിരിക്കും, അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാനായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നെല്ലാം ലേഖയാണെങ്കിൽ മഹിയോടായിട്ട് പറയുന്നു. അനന്തവും കണ്ണനും കൂടി ഒന്ന് പുറത്തോട്ടെല്ലാം പോയിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങുന്ന സമയത്താണ് നമ്മുടെ കരുണ അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ കരുണയെ കാണുന്നതും അനന്തുവിൻ്റെ വണ്ടിയിലോട്ട് തല ചായ്ച്ച് കിടക്കുകയാണ് നമ്മുടെ കണ്ണൻ. പിന്നീട് അനന്തു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, എന്താ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും ലേഖ ചോദിക്കുന്നുണ്ട്, അമ്മയോ, ഇത്രയും കാലം നിന്റെ അമ്മയോട് നിനക്കൊരു തരി പോലും സ്നേഹമില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്തിനാണ് നീ അമ്മയെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മുത്തശ്ശിയെയും അച്ഛനെയും ജയിലിലാക്കിയത് എൻ്റെ അമ്മയും ഇവളും കൂടിയാണ്, അതുകൊണ്ട് എൻ്റെ അമ്മയെ കൊണ്ട് എൻ്റെ മുത്തശ്ശിയെയും അച്ഛനെയും പുറത്തിറപ്പിക്കാനുള്ള എഴുതി വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല, ഇവിടെ താമസിക്കാനൊന്നുമല്ല ഞാൻ വന്നതെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യം വരുന്ന മഹിയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഒരിക്കലും ഞാൻ ആ കേസ് പിൻവലിപ്പിക്കാൻ സമ്മതിക്കില്ല, കാരണം എൻ്റെ അമ്മയെ പട്ടിയെ തല്ലുന്ന പോലെയാണ് നിൻ്റെ അച്ഛൻ തല്ലിയത്, അതുകൊണ്ട് ഒരിക്കലും ഞാനിത് സമ്മതിച്ച് തരില്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, അത് പറയാൻ നിനക്ക് എന്താണ് അവകാശം, നിനക്ക് എത്രയാണ് അവകാശം, അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അമ്മയിലും അവകാശം, അതുകൊണ്ട് എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോകാൻ എനിക്ക് അവകാശമുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ
ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അകത്തോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ മഹിയാണെങ്കിൽ അത് തടയുന്നുണ്ട്. നീ ഒരടി പോലും ഇതിനകത്തോട്ട് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ കരുണ ദേഷ്യത്തോടു കൂടി തന്നെ മഹിയെ നോക്കുന്നു. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ കാറിൽ കിടക്കുകയാണ് കണ്ണനാണെങ്കിൽ ഇതൊന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.